ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാം, പക്ഷേ ബോയ്സ് സീസൺ 4 ഞാൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. ആദ്യത്തെ 3 എപ്പിസോഡാണ് ലാസ്റ്റ് വീക്ക് റിലീസ് ആയിട്ടുള്ളത്. ടോട്ടൽ ഈ ഒരു സീസണിൽ 8 എപ്പിസോഡ് ഉണ്ട്. അതിന്റെ ഒരു പകുതി ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. സീരീസ് ഞാൻ കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു എപ്പിസോഡ് മാത്രം കുറച്ച് നൈസ് അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നീടുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് ഒരു ആവറേജ് ആയിരുന്നു. ഒരു ഗുമ്മില്ലാത്ത രീതിയിലാണ് ആ ഒരു സീരീസ് മുന്നോട്ട് പോയത്. അത് ബോയ്സിലെ ക്യാരക്ടേഴ്സും അവരുടെ സൂപ്പർ പവേഴ്സും അല്ലെങ്കിൽ അവരുടെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നതല്ലാതെ നമുക്ക് ആ ഒരു എൻഗേജിങ് ഫീലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ത്രില്ലിംഗ് മൂവ്മെന്റ്സ് ഒന്നും ആ ഒരു സെക്കൻഡ് തേർഡ് എപ്പിസോഡിൽ കിട്ടുന്നില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ഇതിനു മുമ്പ് റിലീസായ സീസൺ 3 ഒരു കിടിലം സീസൺ ആയിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അതിൽ സോൾജർ ബോയ് എന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിലുള്ള ക്ലാഷ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോയ്സിന്റെ അവരുടെ ടീമിന് സൂപ്പർ പവേഴ്സ് കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടാണ് ആ ഒരു സീരീസ് എൻഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു സീസൺ 4 ആദ്യത്തെ 3 എപ്പിസോഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ അവിടെ എന്താണോ കണ്ട അത് വേറൊരു സ്റ്റൈൽ വരെ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. വല്ല എൻഗേജിങ് ഫാക്ടേഴ്സോ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളൂ. ഈ ബോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറെ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബ്ലഡ് ബാത്തും അല്ലെങ്കിൽ വയലന്റും. സോ അതൊക്കെ വളരെ കുറവായിട്ടാണ് ആദ്യത്തെ ഒരു 3 എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തത്. ആകെ 8 എപ്പിസോഡേ ഉള്ളൂ. അതിൽ ആദ്യത്തെ 3 വന്നു. സോ ഇനി എന്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 4th ആയിരിക്കും വേറെ രീതിയിൽ ആ ഒരു ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ഒരു 3 എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു സ്റ്റൈലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എൻ്റെ സീസൺ ഭയങ്കര ബോറാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ മുമ്പ് കണ്ട അതേ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജെൻവി എന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബോയ്സിന്റെ യൂണിവേഴ്സിൽ എന്നൊരു സീരീസ് തന്നെയായിരുന്നു. അപ്പോൾ സീസൺ 3 കഴിഞ്ഞിട്ട് ആ ഒരു സീരീസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതിൽ എന്താണ് ഡിഫറൻറ്റ്. കാരണം ജെൻവി എന്ന് പറയുന്നത് ബോയ്സ് പോലൊക്കെ തന്നെയാണ്. അത് വേറൊരു സ്റ്റൈലായിട്ട് ഒരു കോളേജ് സ്റ്റുഡൻസും അല്ലെങ്കിൽ ടീനേജേഴ്സും അവരുടെ സൂപ്പർ പവേഴ്സും അവരുടെ സിറ്റുവേഷൻസും ഒക്കെയാണ് സംസാരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സീരീസിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സൂപ്പർ ഹീറോസ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടീനേജേഴ്സ് ആണ്. സോ അവരുടെ ആ ഒരു വേൾഡ് ബിൽഡും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും അവരുടെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ക്രീൻ പ്ലേ ആയാലും ആ ഒരു എൻ്റെ സീരീസിന്റെ മേക്കിംഗ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒട്ടും താല്പര്യമായിട്ട് കണ്ടു തുടങ്ങിയിട്ട് പിന്നീട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസും കൂടിയാണ് ജെൻവി എന്ന് പറയുന്നത്. സോ അതിലും ക്രോസ് ഓവർ ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ബോയ്സിന്റെ ഒക്കെ. സോ അതൊക്കെ കണ്ടിട്ടാണ് ബോയ്സ് സീസൺ 4 വേണ്ടി അത്രമാത്രം വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിന്റെ ആദ്യത്തെ 3 എപ്പിസോഡ് വന്നപ്പം. ഒരു ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. അല്ലാതെ നമ്മൾ ബോയ്സ് സീസൺ 1, 2, 3 ഒക്കെ കണ്ട ഒരു ഫീലും ആ ഒരു വൈബൊന്നും ആ ഒരു സീസൺ 4 ആദ്യത്തെ 3 എപ്പിസോഡ് തരാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വരുന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇനി ഒരു സീസൺ കൂടി ഉണ്ട്, സീസൺ 5. അതോടെ കംപ്ലീറ്റ് ആവും. സോ അതിന് മുമ്പുള്ള ഒരു സീസൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ കിട്ടിയ ആ ഒരു വൈബും അല്ലെങ്കിൽ ആ ഒരു ഗുമ്മൊന്നും പിന്നീടുള്ള 2 എപ്പിസോഡ് എനിക്ക് കിട്ടിയില്ല. ഞാൻ വളരെ നോർമലായിട്ട് നമുക്കൊരു ഫീൽ ഇല്ലാത്ത രീതിയിലാണ് ആ പിന്നീടൊന്ന് 2 എപ്പിസോഡ് ഞാൻ കണ്ടത്. പിന്നീട് എനിക്ക് ഒട്ടും വർക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഫ്രഞ്ചിയും ക്യുമിക്കും ഉണ്ടല്ലോ. സോ അവർ രണ്ടുപേരും പേരെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നൈസ് ആയിരുന്നു. ആ ഒരു കപ്പിൾസ് കുറച്ച് അടിപൊളിയായിരുന്നു. അതിന്റെ ഇടയ്ക്കോട്ട് ഇവരൊരു വർണ്ണപ്പടക്കം കൊണ്ട് കയറ്റി. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, ഫുൾ അത് കുളമാക്കിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു നല്ലൊരു കപ്പിൾസിനെ ഇല്ലാതാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് വട്ടാണെന്നാണ് തോന്നുന്നത്. ആ ഒരു സീസൺ 3 വരെ നമ്മൾ കണ്ട സെയിം സാധനം റിപ്പീറ്റിൽ വേറൊരു സ്റ്റൈലിൽ ഇവിടെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. സോ എന്തായാലും ഇനി കുറച്ച് എപ്പിസോഡ് വരാനുണ്ട്. സോ ടോട്ടലി എല്ലാം കണ്ടിട്ട് ഞാനൊരു റിവ്യൂ ചെയ്യാം. സോ എന്തായാലും ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.